ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐന നോളജ് അക്കാഡമി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? അടുത്ത 30 ദിവസം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഗ്രാമറും സംസാര രീതിയും വളരെ ലളിതമായ രീതിയിൽ പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു 30 ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ച് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സ്കൂൾ കുട്ടികൾക്കും വീട്ടമ്മമാർക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അങ്ങനെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലൂടെയാണ് നമ്മൾ ഇത് പഠിച്ചെടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ പുതിയ ടോപ്പിക്കായിരിക്കും നമ്മൾ പഠിച്ചെടുക്കുക. ഈ ഒരു 30 ദിവസം കൃത്യമായി നിങ്ങൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കൊരു മാറ്റം കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മൾ ഡേ 1 കടന്നാലോ? അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രീറ്റിംഗ്സ് ആണ്. ഒരു തുടക്കക്കാരന് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരാളെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണം, നമ്മളെക്കുറിച്ച് എങ്ങനെ പറയണം എന്നതാണ്. ഒന്നാമത്തേത് ഗ്രീറ്റിംഗ്സ്. സമയത്തിനനുസരിച്ച് നമുക്കിത് എങ്ങനെ പറയുന്നത് നോക്കാം. ഇപ്പം രാവിലെ ആണെങ്കിൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെയോ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഗുഡ് മോർണിംഗ് മാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് രാജു എന്നൊക്കെ പറയും. നമ്മളൊരു ഉച്ച സമയത്തൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും. അതല്ല, ഇനിയിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ഗുഡ് ഈവനിങ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വൈകുന്നേരം ആണെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹലോ എന്ന് നമുക്ക് എങ്ങനെ പറയാം. ഒന്ന്, ഫോർമലായിട്ട്, അതായത് അധ്യാപകരോടോ മുതിർന്നവരോടോ സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടത് ഹലോ എന്നാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആണെങ്കിൽ നമ്മൾ ഹായ് എന്നാണ് പറയാറ്. അപ്പം ഡേ 1 സെക്കൻഡ് ടോപ്പിക്കായ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് സ്വയം പരിചയപ്പെടുത്തൽ എന്ന ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഒരാൾ നമ്മളോട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിച്ചാൽ ഇനി പറയുന്ന 5 കാര്യങ്ങളും നിർബന്ധമായി നിങ്ങൾ പറഞ്ഞിരിക്കണം. അതിൽ നിന്ന് ഒന്നാമത്തേത് നെയിം. ഐ ആം, പിന്നെ നിങ്ങൾ അവിടെ നിങ്ങളുടെ പേര് ചേർക്കുക. അതായത് ഐ ആം ഐന അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഐന. ഒരിക്കലും മൈ സെൽഫ് എന്ന് പറയരുത്, അത് തെറ്റായ പ്രയോഗമാണ്. ഇനി നിങ്ങൾ രണ്ടാമതായി പറയേണ്ടത് സ്ഥലത്തെ പറ്റിയാണ്. ഐ ആം ഫ്രം കൊച്ചി അല്ലെങ്കിൽ ഐ ആം ഫ്രം ബാംഗ്ലൂർ, അല്ലെങ്കിൽ നമുക്ക് ഐ ലീവ് ഇൻ കൊച്ചി അല്ലെങ്കിൽ ഐ ലീവ് ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ ഉപയോഗിക്കാം. ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ, അതായത് എന്താണ് ചെയ്യുന്നതെന്ന് പറയണം. അതായത് ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നാലാമതായിട്ട് ഹോബീസ്, അതായത് ഇഷ്ടങ്ങൾ. ഉദാഹരണത്തിന് ഐ ലൈക്ക് റീഡിങ് ബുക്സ്, എനിക്ക് വായന ഇഷ്ടമാണ്, അല്ലെങ്കിൽ മൈ ഹോബി ഈസ് ഗാർഡനിങ് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷനിലെ അവസാന ഭാഗം ക്ലോസിങ്. ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിച്ചതിന് ശേഷം നൈസ് ടു മീറ്റ് യു, അതായത് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഇൻട്രോ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ ഇൻട്രോ, രണ്ടാമത്തേത് മെച്ചപ്പെട്ട ഇൻട്രോ. സിമ്പിൾ ഇൻട്രോ ഒരു വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ട ഇൻട്രോ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടിയാണ്. ഇനി നമുക്ക് ഇവ രണ്ടിൻ്റെയും ഓരോ ഉദാഹരണങ്ങളും കാണാം. ഒന്നാമത്തേത് സിമ്പിൾ ഇൻട്രോ. ഹായ് എവ്രി വൺ, ഐ ആം രാഹുൽ, ഐ ആം ഫ്രം കൊച്ചി, ഐ ആം സ്റ്റഡിങ് ഇൻ +2, മൈ ഹോബി ഈസ് പ്ലേയിങ് ഫുട്ബോൾ, നൈസ് ടു മീറ്റ് യു ആൾ. ഇനി വന്നിട്ട് സെക്കൻഡ് ഇൻട്രോ, അല്പം കൂടി മെച്ചപ്പെട്ട ഇൻട്രോ. ഹലോ, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് സ്നേഹ, ഐ ലീവ് ഇൻ മലപ്പുറം, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ സോളജി, ഐ ലവ് ടീച്ചിങ് ആൻഡ് ഇൻറ്ററാക്ടിങ് വിത്ത് പീപ്പിൾ, താങ്ക് യു. ഇനിയിപ്പം നിങ്ങളോട് ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഫൈൻ എന്ന് പറയും. അതിന് പകരം കൂടുതൽ ഭംഗിയായി ഇങ്ങനെയും പറയാം, ഐ ആം ഡൂയിങ് ഗ്രേറ്റ്, താങ്ക് യു, വാട്ട് അബൌട്ട് യു. തിരിച്ചും ചോദിക്കണമെന്നത് ഒരു മര്യാദയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവസാന ഭാഗം 4 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നാളെ മുതലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ.